ഹേ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച മാറ്റി വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം നാളെയാണ്, അതായത് 14th നടക്കുന്നത്. അപ്പോൾ 13ാം തീയതി ഞാൻ തിരിച്ച് പോണതിന് മുമ്പ് 4:30 എഴുന്നേറ്റ് റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ. കാരണം ഒട്ടും സമയമില്ലാണ്ടാണ് പലർക്കും, അതുകൊണ്ടാണ് മെസ്സേജ് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടോ നമ്മുടെ വീട്ടിൽ നിറച്ച് നമ്മുടെ സ്കാലറ്റ് ക്ലോക്കും പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുളിമരത്തിലേക്ക് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നിറച്ച് പൂട്ടേക്കാണ്. ഇപ്പോൾ പൂടാൻ പറ്റിയ ടൈമൊക്കെയാണ്. അപ്പോൾ എല്ലാത്തിലും നിറയെ മുട്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ ഇങ്ങനെ നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റും നമ്മളുടെ ഈ ഒരു സ്കാലറ്റ് ക്ലോക്കും തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസൊക്കെയാണ് കാണിച്ചു തരുന്നത്. തീരെ ചെറിയ പ്ലാന്റൊന്നും അല്ല കേട്ടോ, ഒന്നും ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിൻ്റെയും സൈസ് കാണിച്ചു തരുന്നുണ്ട്. ചിലത് ഭയങ്കര വലുതാണ് കേട്ടോ, നല്ല നീളമുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം പൂവൊക്കെ ഇടുന്ന ടൈമാണ് കേട്ടോ. മഴക്കാലം ആയിക്കഴിയുമ്പോൾ, മഴക്കാലത്താണ് കൂടുതലായിട്ടും ഇവിടെ ഞാനിത് പൂവൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നല്ല വെയിലാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പൂവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ നിറച്ച് മുട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. സ്ട്രോബെറി പീഷ്യാണ് കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ കംപ്ലീറ്റ് സൈസ് ഞാൻ കാണിച്ചു തരുന്നിട്ടുണ്ട്. ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് എന്ന് പറയാനുള്ളത്. നല്ല പിങ്കിഷ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി പോകുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫുൾ പിങ്ക്, നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടിരിക്കുന്ന ഒരു എപ്പീഷ്യയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പിങ്ക് കളറിലെ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് സിങ്കോണിയത്തിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ്, 1-2 പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇതുപോലെ 2 ലീഫ് അല്ലെങ്കിൽ മൂന്നാമതൊരു ലീഫ് വരുന്നൊരു സ്റ്റേജിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു 3-4 ലീഫുള്ളൊരു പ്ലാന്റ്സാണ് കേട്ടോ. അതിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റ്സാണുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു എപ്പീഷ്യ സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ ഇത്. ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്ന് വെച്ചൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമ്മുടെ ഈ ഒരു സ്യൂഡറാന്തമം വെറൈറ്റിയിലെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കണത്. ചിലപ്പോൾ ഇതിലും വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കാനുണ്ടാവണത്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം കൊടുക്കാനുള്ള സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു. ഇതിന് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ട് നമ്മുടെ അടുത്ത് തീർന്നിരിക്കുമായിരുന്നു പ്ലാന്റ്. അത് കാരണമാണ് പിന്നെ ഇടാൻ പറ്റാത്തത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്. ഇപ്പോൾ ഈ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ ഞാൻ കാണിച്ചു തരാം കൊടുക്കുന്ന സൈസ് എത്രയാണെന്നുള്ളത്. ഈ സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതും മിനിമം സൈസാണ് കേട്ടോ. ചില പ്ലാന്റ്സ് ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ആദ്യം ഇട്ടപ്പോൾ ഒരുപാട് പേര് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇവർ നല്ല ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ ഭംഗിയായിട്ടൊരു വളരുള്ളൂ. അടുത്തത് നമ്മളുടെ മുല്ലയാണ്, കുറ്റിമുല്ലയാണ് കേട്ടോ. കുറ്റിമുല്ലയുടെ ഇപ്പോൾ ഉള്ള സൈസ് ഇത് ഏകദേശം ഈ സൈസൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് 2 പേരായിട്ട് എടുത്തപ്പോഴേക്കും പെട്ടെന്ന് തീർന്നു. അവർ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ആവശ്യത്തിന് പ്ലാന്റ് നമ്മളുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നല്ല കുറ്റിമുല്ലയാണ് കേട്ടോ. നമ്മൾ നല്ല വെയിലത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവിട്ട് കിട്ടിക്കോളും. അടുത്തതെന്ന് പറയാനായിട്ട് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കോമ്പോയിൽ ഇട്ടതിൽ നമ്മുടെ കയ്യിൽ ഏകദേശം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇതിൻ്റെ കണ്ടോ ഈ ഒരു വരുന്നൊരു കൂമ്പലയുടെ നോക്കിയാൽ മതി. ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ഫുൾ ഒരു നടുക്ക് നല്ല വൈറ്റ് കളറായിട്ട് അറ്റം ബോർഡർ മാത്രമാണ് ശരിക്കും പച്ച വരുന്നത്. പിന്നെ ആ ഒരു റെഡ് ലൈനൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കലേഡിയാണ് കേട്ടോ. നേരത്തെ കോംബോ ഇട്ട പ്ലാന്റ്സിൽ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആ കോംബോയിൽ. ഈ ഒരു കലേഡി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പിങ്കും ഉണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് പ്ലാന്റ്സാണുള്ളത്. അവിടെ നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ട്വിസ്റ്റഡ് സാൻസവേരിയ ആണ് കേട്ടോ. ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഏകദേശം സൈസൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാം ഇരിക്കണത് വലിയ പ്ലാന്റ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ വലിയ പ്ലാന്റ്സാണ് നമ്മൾ 80 രൂപയ്ക്കൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം ചെറിയ റേറ്റാണ് ഈ പ്ലാന്റിനുള്ളത് എന്നുള്ളത്. എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു
ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ. ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെയാണ് ഉള്ളത്. ഹാർട്ടും കഴിഞ്ഞ തവണ പെട്ടെന്ന് തീർന്നുമാണ് ചെയ്തത്. അപ്പം ഇത്തവണയും മുട്ടും പൂവൊക്കെ വന്ന പ്ലാന്റ്സാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ തവണ ഏകദേശം മുട്ടും പൂവുള്ള പ്ലാന്റ്സാണ്. അപ്പം കഴിഞ്ഞ തവണ വാങ്ങിയവർ മുട്ടുള്ള പ്ലാന്റ്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെടികളാണ് എടുത്തത്. ഇത്തവണയും ഇത് കണ്ടോ പലതിനും മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ഇതാണ് കേട്ടോ, റെഫറൻസിന് വേണ്ടി കാണിച്ചതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നേരത്തെ പൂട്ടതാണ്, ഇപ്പോഴും പൂ തീർന്നിട്ടില്ല, അത്രയും പൂക്കളാണ്. പെട്ടെന്ന് പൂ ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. നമ്മുടെ ഹാർട്ട്ലി ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഹാർട്ട്ലി ഫിലോഡെൻഡ്രോണിൻ്റെ ഏകദേശം കൊടുക്കുന്ന സൈസൊക്കെയാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു 2 ലീഫ് 3 ലീഫ് സ്റ്റേജ് ഉണ്ടാവും കേട്ടോ പ്ലാന്റ്. അതുകൊണ്ട് ഗ്ലേസിങ് ഉള്ള ലീവ്സാണ് കേട്ടോ എല്ലാവരും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതുണ്ട് ഇപ്പം അതിപ്പം ചെറിയ പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ഹാർട്ട് ലീഫ് ചിലപ്പോൾ മനസ്സിലാവാനുണ്ടാവില്ല. അതിൻ്റെ വലിയ ലീവ്സ് കണ്ടോ, അത് കാണുമ്പോൾ ചിലപ്പോൾ ശരിക്കും മനസ്സിലാവും ആ ഹാർട്ട് ലീഫ് നല്ല ഭംഗിയായിട്ട്. ഇത് നല്ല ലൗച്ചിങ്ങും പോലെ ഇരിക്കുകയാണ്, നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും എൻ്റെ ശരിക്കുള്ള ലീവ്സ് വരുന്നത്. അത്യാവശ്യം നല്ല പോട്ടിലാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പഗേഷൻ ഓരോരോ കുഞ്ഞു പോട്ടിലേക്ക് വയ്ക്കുമ്പോഴാണ് ആ ഒരു നീളത്തിലുള്ള ഇലയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കണ്ടോ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്ത നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ സ്നോ റോസ് ആണ് കേട്ടോ. സ്നോ റോസിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ ഈ സൈസത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കാണ് എപ്പോഴും പറയുകയാണ്, കാരണം എപ്പോഴും ഓർഡർ വരുന്നൊരു പ്ലാന്റാണിത്. നമ്മൾ സെയിലിനിട്ടില്ലെങ്കിലും പെട്ടെന്ന് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ ചുരുക്കം പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവരിത് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ഒരു സ്ട്രൊമാന്ത വെറൈറ്റിപ്പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ. പോട്ടിൽ ബൾക്കായിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അത്രയും പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. നല്ല രസമുള്ള വെരിഗേഷൻസ് ഒക്കെ ആയിരിക്കും. തണലത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഇത്രയും ഭംഗിയുള്ള വെരിഗേഷൻസ് കിട്ടുന്നത്. ഏകദേശം കൊടുക്കുന്ന സിംഗിൾ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു തെച്ചിയാണ് കേട്ടോ. ഈ തെച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ പിങ്ക് കളറിലെ തെച്ചിയാണ്. ഇതും ആദ്യമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ലതും വലിയതായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒടിച്ചു കുത്തിയതിലുള്ളത് പ്ലാന്റ്സ് മിക്കതും പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ്സൊക്കെ ഇപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ച 1-2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാനും ഉള്ളത്. ഇതൊക്കെയാണ് ഇത്തവണ നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്ന പ്ലാന്റ്സ്. അടുത്ത തവണ നമ്മൾ ഒരു 30 രൂപ താഴെയുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ആയിട്ട് നമ്മൾ ഇനി ഒരു സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഞാൻ ഫ്രീ ആയി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്